ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് മീനച്ചാറിനുള്ള പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇത് വറുത്തെടുക്കാം മീൻ കേട്ടോ. അപ്പം നമുക്ക് അതിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, വിളക്ക് കത്തിക്കാനെ കൊണ്ട് മേടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉടനെ കടയിൽ പോകാൻ വയ്യ. ഇത് മീനിൻ്റെ തലയും മുള്ളെല്ലാം കൂടെ കറി വയ്ക്കാനെ കൊണ്ട് ഞാൻ കടുവറുത്ത് ഗ്രേവി തിളപ്പിക്കാൻ വെച്ചേക്കുവോ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മീനെടുത്തിടാം. ഇത് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടേ നമുക്ക് മീൻ പറക്കിയിടാൻ പറ്റൂ കേട്ടോ. കാണാൻ പറ്റത്തില്ല. കോട്ടുക വരുന്നു, കോട്ടുക. ലൈവിലിരുന്നാലും കോട്ടുക, മീൻ വറുത്താലും കോട്ടുക. നിങ്ങൾ വിചാരിക്കും അല്ലേ ഈ തള്ളയ്ക്ക് എപ്പോഴും ഇതേ ഉള്ളൂ. അപ്പോൾ 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 നമുക്കൊരു കറിവേപ്പില ഇട്ട് നോക്കാം. എണ്ണ ചൂടായോ ഇല്ലയോ. ആയി. അപ്പം നമുക്ക് നമ്മുടെ മീനെ പറക്കിയിടാവേ. അപ്പം നമ്മുടെ മീനിൻ്റെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനെടുത്തിടാതെ. അതപ്പോൾ അവിടെ കിടന്ന് മൂക്കട്ടെ. മീൻ ഒത്തിരിയൊന്നും ഇല്ല, അതേ കുറച്ചേ ഉള്ളൂ. പുളി അപ്പം മീൻ അങ്ങനെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മീൻ വറുത്ത് ഞാൻ കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒത്തിരി അങ്ങ് ഇതാക്കണ്ട. ഒരുമാതിരി ഫസ്റ്റിലെ ഞാൻ ഇട്ട് വറുത്തതുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഒരു ഇച്ചിരി കൂടിപ്പോയിന്ന്. പിന്നത്തേത് ഞാൻ അത്ര ഇതായിട്ട് എടുത്തിട്ടില്ല, ചെറിയൊരു സോഫ്റ്റായിട്ട് എടുത്തു. ഇനി നമുക്ക് ഞാൻ അതിൻ്റെ വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചു, വെളുത്തുള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ ഇപ്പം വരാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് മീന് അച്ചാറിടാം. ഞാനെല്ലാം ഇത് അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അതപ്പോൾ ഓക്കെ ആയി. കുറേ നേരം കൊണ്ട് ഞാൻ നിൽക്കും, എൻ്റെ കാല് വേദന എടുത്തിട്ട് വയ്യ കേട്ടോ. കുറേ നേരം കൊണ്ടെന്ന് പറഞ്ഞാൽ 3:30 എണീറ്റതാണ്. 3:30 ഞാൻ നോക്കട്ടെ ഇപ്പം സമയം എന്തോ ആയിരുന്നു. 3:30 മണിക്ക് എഴുന്നേറ്റതാണ് ഞാൻ. അപ്പം തൊട്ട് നിന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പം 8:30 അറിയോ. എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി എനിക്ക് നിലത്ത് കുത്താൻ വയ്യ. അതേപോലെ ഞാനിങ്ങനെ ഇങ്ങനെ നൃത്തം ചവിട്ടി നിൽക്കുമോ, മനസ്സിലായോ? കാര്യം കാലിൻ്റെ വെള്ള വേദന എടുക്കുമോ, ഇത്രയും സമയം നിന്നില്ലേ. കടു ഇട്ട് കൊടുക്കാം. നിങ്ങളെയും കൊണ്ട് ആരെയും കൊണ്ടെങ്കിലും പറ്റുമോ ഇങ്ങനെ നിൽക്കാൻ? കാലിൻ്റെ വെള്ളം അനക്കാൻ വയ്യാന്ന് വെച്ചാലും പോരാ, അനക്കാൻ വയ്യ. ഈ മീനും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് എവിടെങ്കിലും ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടോ. അവർക്കും ശരിയാവുന്നില്ല. 3:30 മണിക്ക് എണീക്കുന്നതല്ലേ. കടു പൊട്ടുന്നുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ, ചതച്ചു ഒന്നുമില്ല. ഇവിടുത്തെ വെളുത്തുള്ളി വലിയ പീസാണ് കേട്ടോ. അപ്പോൾ കടു പൊട്ടി നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാര്യം ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടത്തില്ല. വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇഞ്ചി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അയ്യോ, ഒരു മുളക് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു പച്ചമുളക് മുഴുവനെ കിടക്കുന്നു കേട്ടോ. കറിവേപ്പിലയാണേ. എൻ്റെ കേശുമോന് അവൻ്റെ ഉഷാമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട വീഡിയോയാണ്. അതിലെ പാട്ടാണ് ഇത്.
എങ്ങനെയുണ്ട്? എൻ്റെ മോനിട്ട പാട്ടാണ്, എൻ്റെ കേശുമോനിട്ട പാട്ടാണ്. അപ്പം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഇടാം. ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ശകലം ഇടണം. കുരുമുളക് പൊടി വേണ്ടിയവരിട്ടാൽ മതി. ഞാൻ വറുത്തപ്പോഴും ഇട്ടു. വേണ്ടിയവരിട്ടാൽ മതി, അത് നിർബന്ധമില്ല കുരുമുളക് പൊടി കേട്ടോ. മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി മസ്റ്റായിട്ട് വേണം. നമ്മൾ ഏത് അച്ചാറിട്ടാലും കായപ്പൊടി വേണമല്ലോ. അപ്പം ഞാൻ കായപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു, എല്ലാ പൊടിയും ഇട്ടു. ആ ഒരു പച്ചമുളക് മുഴുവനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. നിക്കറ് ഉടുപ്പൊന്നും ഇടാതെ നാണമില്ലാത്ത പച്ചമുളക്. പച്ചമുളകിന് നാണമില്ലാത്ത പച്ചമുളക് നിക്കറ് ഉടുപ്പ് ഒന്നും ഇടാതെ കിടക്കുന്നു. അതും എവിടെ? നമ്മുടെ മീനച്ചാറിന് വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ കിടന്നിങ്ങനെ പെരളുക. വിചാരിക്കുന്ന തള്ളക്ക് വട്ടാന്ന്, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഈ 2 പച്ചമുളക് കീറിയില്ല കേട്ടോ. എൻ്റെ കണ്ണ് കാണത്തില്ല. എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണ് പൊട്ടക്കണ്ണായേ. എൻ്റെ കണ്ണി കണ്ടില്ല 2 പച്ചമുളകും കേട്ടോ. അതിനി അങ്ങനെ കിടക്കട്ടെ അല്ലേ, അങ്ങനെ കിടക്കട്ടെ. അങ്ങനെ 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 അങ്ങനെ. അയ്യോ, കൈ കഴിക്കുന്നു പിള്ളേരെ. ഇനി എന്നിട്ട് പച്ചമണം മാറുന്ന വരെ നമ്മൾ ഈ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് വിനാഗിരി കുറച്ചേ ഉള്ളൂ. ഈ വിനാഗിരി ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് തിളയ്ക്കോ പിന്നെ കേടാവാതിരിക്കാനും, പിന്നെ ഈ വിനാഗിരിയുടെ പുളി ഉണ്ടല്ലോ അത് മീനെ പിടിക്കണം. വിനാഗിരിയുടെ പുളി അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനാഗിരി ഇടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതിനകത്തുള്ള എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തേക്കും.
നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴേ ഈ കൈ കഴിക്കുമ്പം പണ്ട് ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൈ കഴിക്കുന്നത് നമുക്ക് പ്രാക്കുള്ളത് കൊണ്ടാണെന്ന്. എന്നെ ആര് പ്രാവി? കൈ കഴിക്കുന്നുണ്ട് ഇത്ര നേരം ഇതിങ്ങനെ ഇളക്കിയില്ലേ? കൈ കഴിക്കുമോ? ഇനി നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാം. പക്ഷെ ഒരു കാര്യം, ഉപ്പ് കുറവാണ്. ഇച്ചിരി ഉപ്പ് ഇട്ടാലോ? അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മീനച്ചാറും ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് അടുപ്പിന് ഓഫാക്കാം. കണ്ടോ, നമ്മുടെ മീനച്ചാർ റെഡിയായി. അപ്പോൾ കൂട്ടുകാരെ, മീനച്ചാർ ഉണ്ടാക്കുന്ന കണ്ടല്ലോ. ഇനി നിങ്ങൾക്കും ഇങ്ങനെ മീനച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. പിന്നെ 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 പിന്നെന്താന്ന് വെച്ചാൽ, എല്ലാവരും വീഡിയോസ് കാണണം. ഓക്കെ. ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പം ഞാൻ ഇടുന്ന ഏത് പന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖം ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കാണാം. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ്, ടാറ്റാ.